എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ പറയാം, എനിക്ക് കംപ്ലൈൻറ്റ് പറയണമെങ്കിൽ ഒത്തിരി കംപ്ലൈൻറ്റ് പറയാം. എനിക്ക് പരാതികളൊക്കെ ഇഷ്ടം പോലെ ക്ലെയിം ചെയ്യാൻ എനിക്കുണ്ട്. എനിക്ക് ഇന്നതില്ല അതില്ലെന്നൊക്കെ പറയാം. പക്ഷേ എന്നെ പിടിച്ചു നിർത്തുന്നത്, അങ്ങനെ ഞാൻ കംപ്ലൈൻറ്റ് പറയണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എന്നെ കവർ ചെയ്യുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. പിന്നെ ആ ദൈവ സാന്നിധ്യത്തിന് ഞാൻ സകലതും അങ്ങ് മറന്നുപോകും. എൻ്റെ പ്രോബ്ലം, എൻ്റെ ലൈഫിൻ്റെ സ്ട്രഗിള്, ഈ ദൈവ സാന്നിധ്യം ഒന്ന് കവർ ചെയ്യുമ്പോൾ ഇതെല്ലാം ഞാൻ മറന്നുപോകും. ആ മറവിലാണ് അറിയാതെ വേർഷിപ്പ് ചെയ്തു പോകുന്നത്. ആ സന്തോഷത്തിലാണ് അറിയാതെ കർത്താവിനെ പാടി സ്തുതിക്കുന്നത്. താങ്ക് ഗോഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, അത് പാടുമ്പം അകത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം, അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അത് ഭയങ്കരമാണ്. അത് എത്ര തവണ പാടിയത് എനിക്കറിയത്തില്ല. ആ പാടുമ്പോഴെപ്പോഴും എനിക്ക് അതിലൊരു പുതിയ അനുഭവം ഓരോ വേദിക്കകത്ത് പരിശുദ്ധാത്മാവ് തരാറുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ? തീർച്ചയായിട്ടും. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നുമെന്നും വേണം. ഒരിമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശുവപ്പയാണ് എപ്പോഴും പ്രിയതോഴൻ ആയി. എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണ്, അമൃതാണ് യേശു. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശുവപ്പയാണ് എപ്പോഴും പ്രിയതോഴനായി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശുവപ്പയാണ് എപ്പോഴും പ്രിയതോഴനായി. ഈ പാട്ട് ഞാൻ എത്ര രാത്രികളിൽ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഞാൻ പണ്ട് ഇത് ഓർക്കുന്നൊരു കാര്യമുണ്ട്. പണ്ട് നെയ്യാറ്റിൻകര നിങ്ങളുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, അന്ന് നിവിന് കുറച്ചുകൂടെ ചെറുതാണ്. അപ്പം നിവിൻ്റെ ഈ സാന്നിധ്യം വെളിപ്പെടുമ്പോഴുള്ള ആക്ഷനൊക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും നിവിനെ കളിയാക്കിയിട്ടുണ്ട്. കാര്യം നിവിന് സ്റ്റേജിനകത്തിരിക്കും, പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന സമയത്ത് ദൂതുകൾ വരുമ്പോഴത്തേന് നിവിൻ്റെ ഒരു ചാട്ടമുണ്ട്. ആ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് ഒരു പൊട്ടനെ പോലെ ദൂത് റിസീവ് ചെയ്യുന്നൊരു കാഴ്ചകൾ അന്നേരം ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താല്ലേ ചുമ്മാ കിടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ. പക്ഷേ ഞാനത് അന്ന് പറഞ്ഞെങ്കിലും ഇന്ന് ഞാൻ എൻ്റെ കണ്ണുകളുകൊണ്ട് ഞാൻ കാണുന്നുണ്ട്, അന്ന് റിസീവ് ചെയ്തതെല്ലാം ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം മാറ്റി വെച്ചേക്കുക. ഇന്ന് ലോകരാജ്യങ്ങളിൽ കീഴടക്കിയ ഒരു ശബ്ദമാണ് പ്രിയ നിവിൻ ബ്രദറിന്. സത്യം, അന്ന് ഞാൻ ഒത്തിരി കളിയാക്കി നിവിൻ ബ്രദറിന്. കാര്യം നമ്മള് അതങ്ങനെയാ, അത് അംഗീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ജ്യോതിഷ് പറഞ്ഞത് അത് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബ്രദർ മാത്രമല്ല, അതൊരു തനിക്ക് മര്യാദയ്ക്ക് ഇരുന്നൂടെ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ബട്ട് അവർക്കറിയില്ലല്ലോ ഞാനും ദൈവം തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. പക്ഷെ ഞാൻ ഇപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ഫേവറും ദൈവത്തിൻ്റെ അഭിഷേകവും ഒരു മനുഷ്യൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ
അവൻ്റെ സാഹചര്യമല്ല അവന് വിഷയം. പക്ഷെ അവൻ്റെ ആ ഒരു വില, ആ ദൈവം, ആ ഹൃദയം ദൈവം അങ്ങ് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കല്യാണത്തിന് ഒരുമിച്ച് കൂടിയപ്പോൾ, നമ്മുടെ ബിജോയുടെ കല്യാണത്തിന് ഒരുമിച്ച് കൂടിയ, അതുവരെയും ഡ്രൈ ആയിട്ട് കിടന്നൊരു ഏരിയ അത്. പക്ഷെ നിവിൻ ബ്രദർ കയറി ഒരു പാട്ട് അങ്ങോട്ട് പാടി. അതിപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് അത് വൈറലാകുന്നുണ്ട്. പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, എത്ര കണ്ടിട്ടും എൻ്റെ കരച്ചിൽ നിൽക്കുന്നില്ല, അത്രയ്ക്ക് ദൈവ സാന്നിധ്യം അതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര മിനിറ്റ് നമ്മൾ കെട്ടിപ്പിടിച്ച് ആ വേദിയിൽ നിന്നെന്നും ഒക്കെ നമുക്കറിയാം. ഞാൻ പറയുന്ന കാര്യം, ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ഏത് ഡ്രൈ ആയി കിടക്കുന്ന സാഹചര്യത്തെയും അത് മാറ്റിമറിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് ദൈവ സാന്നിധ്യത്തിന് വില കൊടുത്ത ഒരു മനുഷ്യനായതുകൊണ്ടാണ് നിവിൻ ഇന്ന് ലോകരാജ്യങ്ങളിൽ, വരും ദിവസങ്ങളിൽ ലോകരാജ്യങ്ങളിൽ പോകാൻ ദൈവം ഒരു വഴി 2026 അത് ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി